ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, പുതിയ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഷഫീദ്, രജിത്ത്, നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ളൊരു വാർത്താക്കുറിപ്പ് മാത്രമാണ്. ആ വാർത്താക്കുറിപ്പും വിചിത്രമാണ്. എം.ആർ. അജിത്കുമാറിന് സ്ഥലം മാറ്റം. ADGP എം.ആർ. അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP-യായി മാറ്റി നിയമിച്ചു. നേരത്തെ ADGP എം.ആർ. അജിത്കുമാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഇത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പിലുള്ളത്. അതിൽ നടപടി എന്തിന്, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് സേനയിലെ രണ്ടാമനെ ആ രീതിയിൽ മാറ്റുമ്പോൾ ആ നടപടി ഏത് സാഹചര്യത്തിൽ, ആ നടപടിക്ക് കാരണമായത് എന്ത് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്യാനുള്ള ഒരു രീതി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ CPI ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ LDF ഉയർത്തിയ അല്ലെങ്കിൽ LDF നയങ്ങൾ ഉയർത്തിയ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നതിൽ LDF-ൽ തന്നെ വലിയ ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് CPI-ക്കടക്കം ആ വിഷയത്തിൽ ആശ്വാസമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം CPI ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, എന്തായിരിക്കും നടപടി. ഒടുവിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യത്യസ്തമായ തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംശയമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് വൈകിട്ട് ഏതാണ്ട് 7 മണിയോടുകൂടി 6:30 സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രി ഞായറാഴ്ച ദിവസം എത്തുന്നത്. അങ്ങനെ എത്തിയ ശേഷം ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നു. ഒടുവിൽ മുഖ്യമന്ത്രി പച്ചക്കൊടി കാണിക്കുന്നു. DGP നൽകിയ റിപ്പോർട്ടിന്മേൽ തന്നെയാണ് നടപടി എന്നുള്ള കാര്യം തർക്കമില്ല. DGP-യുടെ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച വീഴ്ചകളിൽ ഒന്ന് അത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ബാക്കിയൊക്കെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ അത് സ്വാഭാവികമായും ഈ പൂരം കലക്കലിലെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ നോട്ടായി ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ മുൻപിലുണ്ട്. അതും മുഖ്യമന്ത്രി പരിഗണിച്ചോ ഇങ്ങനെ ഒരു സ്ഥാനചലനത്തിലേക്ക് എന്നുള്ള കാര്യമാണ് ഇനി ശ്രദ്ധേയമാവുക. അക്കാര്യത്തിലെ വിശദാംശങ്ങൾ ഒരുപക്ഷെ പുറത്തിറങ്ങുന്ന ഉത്തരവിലുണ്ടാകും. ഉത്തരവ് ഉടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉത്തരവ് ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത്. കാരണം ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം സെക്രട്ടേറിയറ്റിൽ തിരക്കിട്ട പലതരത്തിലുള്ള ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെ നടക്കുകയായിരുന്നു. ഏതെങ്കിലും തരത്തിലൊരു ഫൈനൽ മാറ്റം അതുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരുന്ന ഒരു കാര്യം. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് നാളെ നിയമസഭാ സമ്മേളനമടക്കം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ആ നീക്കത്തിലേക്ക് പോകാതെ നിവർത്തിയില്ല എന്നുള്ളതായിരുന്നു ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച കാര്യം. ഇനിയും DGP റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട് റിജിത്ത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കൊടുക്കുന്നത് കുറച്ചുകൂടി കടുപ്പിച്ചൊരു റിപ്പോർട്ടാണ് DGP ആദ്യം കൊടുക്കാൻ വേണ്ടിയിരുന്നത്. പക്ഷേ അതിലൊരു മയപ്പെടുത്തൽ ഉണ്ടായി എന്ന തരത്തിലേക്കുള്ള സൂചനകൾ അതിന്ന് രാവിലെ മുതൽ വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അധികാര സ്ഥാനത്തില്ലാത്ത രാഷ്ട്രീയ നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങൾ മയപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. ഔദ്യോഗിക വാഹനമടക്കം ഉപേക്ഷിച്ച് രഹസ്യമായി സന്ദർശിച്ച നടപടിയിൽ ചട്ടലംഘനം ഉണ്ടായിരുന്നു. DGP-യുടെ കണ്ടെത്തലുണ്ടായിരുന്നു. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാനുവൽ അനുസരിച്ച് ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് പേരുദോഷമുണ്ടാക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് മയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ DGP തയ്യാറാക്കിയ റിപ്പോർട്ട് അപ്പാടെ സ്വീകരിച്ചാൽ സസ്പെൻഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം ആരെങ്കിലും കോടതിയിൽ പോയാൽ സർക്കാർ പ്രതിസന്ധിയിലാകും. ഈ തൃശ്ശൂർ പൂരം കലക്കിയതിൽ ADGP-യുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയ DGP-യുടെ റിപ്പോർട്ട് സർക്കാർ തള്ളിയതും കോടതി നടപടി ഒഴിവാക്കാനുള്ള ശ്രമമായിരുന്നു എന്നുള്ള വിലയിരുത്തലുണ്ട്. ADGP-ക്ക് സംഭവിച്ച വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം, ഒരു ത്രിതല അന്വേഷണത്തിന് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്മേൽ ത്രിതല അന്വേഷണത്തിൽ DGP തന്നെയാണ് ADGP വീഴ്ച, എം.ആർ. അജിത്കുമാറിന്റെ വീഴ്ച അന്വേഷിക്കുന്നതും ആ റിപ്പോർട്ടും ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ADGP എം.ആർ. അജിത്കുമാറിന്റെ സ്ഥാനചലനത്തിലേക്ക് നയിച്ചത് അത് RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. തൃശ്ശൂരിലും കോവളത്തും വെച്ച് RSS-ന്റെ 2 ഉന്നത നേതാക്കളെ കണ്ടത് സ്വകാര്യമായി പരിചയപ്പെടാനാണെന്ന ADGP-യുടെ വാദം പൂർണ്ണമായും DGP-യുടെ റിപ്പോർട്ടിൽ തള്ളിക്കളഞ്ഞു. ആ കൂടിക്കാഴ്ചകൾ ചട്ടലംഘനമാണെന്ന് DGP റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ വ്യക്തിപരമായി പരിചയപ്പെടുന്നത് തന്റെ പതിവാണെന്നും RSS നേതാക്കളെ വെറും 5 മിനിറ്റാണ് കണ്ടതെന്നും DGP-ക്ക് അജിത് കുമാർ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയാണ് പൂർണ്ണമായും
DGP തള്ളിയത്. ഈ അജിത് കുമാറിന്റെ മൊഴി ഇങ്ങനെയായിരുന്നു. ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിലാണ് റാം മാധവനെ കണ്ടത്. ഹൊസബല്ലയെ സുഹൃത്ത് ജയകുമാറിനൊപ്പമാണ് കണ്ടത്. മുൻ SP ഉണ്ണിരാജനും അവിടെ ഉണ്ടായിരുന്നു. കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം പരിചയപ്പെടൽ മാത്രം. നേരത്തെ രാഹുൽ ഗാന്ധിയുമായി വ്യക്തിപരമായി പരിചയപ്പെട്ടിരുന്ന ഉദാഹരണവും ചൂണ്ടിക്കാട്ടിയാണ് അജിത് കുമാർ തന്റെ ഭാഗം വിശദീകരിച്ചതെങ്കിലും DGP അതൊന്നും മുഖവിലക്കെടുത്തില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാര സ്ഥാനത്തല്ലാത്തൊരു നേതാവിനെ രഹസ്യ സ്വഭാവത്തിൽ കാണുന്നത് പോലീസ് സേനയെ സംശയനിഴലിൽ നിർത്തുന്നു എന്നുള്ളതാണ് DGPയുടെ അക്കാര്യത്തിലെ നിലപാടെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചു റീജിത്ത്, ഈ ADGP RSS കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് വെളിപ്പെടുത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് അയക്കുന്ന പതിവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊഴിഞ്ഞെങ്കിലും അതിനുശേഷം മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. DGPയെ വിളിച്ചു വരുത്തിയ RSS കൂടിക്കാഴ്ചയും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തന്നെയാണ് നിർദ്ദേശം നൽകിയത്. അങ്ങനെ രണ്ടാം ഘട്ട മൊഴിയെടുക്കുന്ന ഭാഗമായിട്ടാണ് RSS ADGP കൂടിക്കാഴ്ചയിൽ അജിത് കുമാറിന്റെ മൊഴി പോലീസ് ആസ്ഥാനത്ത് DGP രേഖപ്പെടുത്തിയത്. ഏതായാലും DGPയുടെ റിപ്പോർട്ട് ഇന്നലെ 8:15 ആഭ്യന്തര വകുപ്പിന് മുൻപിലെത്തുന്നു. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ മുൻപിലെത്തുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ഒടുവിൽ ഇന്ന് വൈകിട്ട് 6:30 മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. ഈ സമയം ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തെറിച്ചിരിക്കുന്നു. വിവാദങ്ങൾക്കൊടുവിൽ PV അൻവറിന്റെ പോലീസ് ആരോപണങ്ങൾക്ക് പിന്നാലെ ഏറ്റവും കൂടുതൽ PV അൻവർ ലക്ഷ്യം വെച്ചത് MR അജിത് കുമാറിനെ തന്നെയായിരുന്നു. ശരി ഷഫീദ്,